വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴി എടുത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു എന്നാണ് ഇരുവരുടെയും മൊഴി. ഇപ്പോൾ ഡാൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഈ നീക്കം ഇനി എങ്ങോട്ട്, SITയുടെ നീക്കം എങ്ങോട്ട് എന്ന് നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു. ഇപ്പോൾ തന്ത്രിമാരുടെ മൊഴി എടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും മൊഴിയെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നുവെന്ന് ഇരുവരും അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മറുനാടുകളിൽ നടന്ന, അതായത് കേരളത്തിന് പുറത്ത് നടന്ന ചില പൂജകളിൽ ഈ തന്ത്രിമാരെ എത്തിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു എന്ന സൂചനകൾ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷെ അത് സൗഹൃദത്തിന്റെ പേരിൽ നടത്തിയ സന്ദർശനമാണ് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ ഈ തന്ത്രിമാർ സൂചിപ്പിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയെ കുറിച്ചോ അറിവുണ്ടായിരുന്നു എന്ന കാര്യമാണ് SIT വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അത് സാധൂകരിക്കുന്ന തെളിവെടുപ്പിലേക്കോ വിശദമായ ചോദ്യം ചെയ്യലിലേക്കോ അല്ലെങ്കിൽ മൊഴിയെടുപ്പിലേക്കോ ഒന്നും കടന്നിട്ടില്ല. ഈ നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് SIT വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതിൽ അറിയാമായിരുന്നു എന്ന് ഇരുവരും മൊഴി നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനായി വീണ്ടും തന്ത്രിമാരെ SIT ഉദ്യോഗസ്ഥർ സമീപിച്ചേക്കും. ശരി, ഡാനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രാഥമിക വിവരശേഖരണം എന്ന് പറയുമ്പോഴും തന്ത്രിമാരുടെ മൊഴിയെടുത്തു എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ചൊരു നിർണായക ഘട്ടം തന്നെയാണ്. ഇപ്പോൾ പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഇനി എങ്ങോട്ടാണ് SITയുടെ നീക്കം എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ തന്ത്രിമാരുടെ മൊഴിയെടുത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. കേസിൽ അറസ്റ്റിലായ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും കോടതി ഇന്ന് വിധി പറയുന്നുണ്ട്. മുരാരി ബാബുവിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. താൻ തെറ്റുകാരനല്ല എന്നും ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് മുരാരി ബാബു കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ്.